എടുക്കട്ടെ പല്ല് പുറത്ത്. ഒരു ജനിച്ച കുട്ടി കരയണ ശബ്ദം. ഞാന് കൊതുക് പോണ ശബ്ദം കാണിച്ചുതരാം. ഫ്രണ്ട്സ്, ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നു. ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്ക് വന്നതാണ്. ഇപ്പോൾ 6 മണിയായി. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻസ് ഗോയിങ് ഓൺ ഗൈസ്. എനിക്ക് നാളെ മലയാളം എക്സാം ആണ്. സോ മലയാളം കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിയമോൾക്ക് ഇന്ന് മാത്സിന്റെ എക്സാം ആയിരുന്നു. ഇനി നാളെ കമ്പ്യൂട്ടറും ജി കെ ആണ്. ആദ്യമോൻ ഇന്ന് കമ്പ്യൂട്ടറും ജി കെ ആയിരുന്നു. നാളെ ഹിന്ദി ആണ്. ഹിന്ദി അല്ലേ? നമുക്ക് നാളെ ഹിന്ദിയാണ്. ഫ്രണ്ട്സ്, എനിക്ക് 25-ാം തീയതി എക്സാം തരും. ചേച്ചിക്ക് 29-ാം തീയതി തീരും. എനിക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് തേർഡ് ടോയിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് വൈകണത് ഗൈസ്. അപ്പം എല്ലാവർക്കും എക്സാം ആണ്. അപ്പൊ അതുകൊണ്ടാണ് വൈകണത്. രണ്ടാൾക്കും ലക്കുണ്ട്. 25-ാം തീയതി ഓളത് കഴിയും, 29-ാം തീയതി ഉണ്ട് കഴിയും. 25-ാം തീയതി ക്ലാസ് എക്സാം കഴിഞ്ഞ ഉടനെ അല്ലേ വന്ന് കഴിഞ്ഞ് നോക്ക് ഹാപ്പിയാണ്. എനിക്ക് ഹാപ്പി അല്ല, കാരണം എനിക്ക് അടുത്ത എക്സാമിനുള്ള പഠിക്കണം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ ആയി. പിന്നെ നോക്ക് അന്നന്ന് പഠിക്കാനായി. ആ അന്നന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ എക്സാമാണ് കഴിയും. അപ്പൊ ഞാന് സ്കൂൾ വിട്ട് വന്നിട്ട് മോഡൽ എക്സാം പണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഡിസംബർ 29-ാം തീയതി മോഡൽ എക്സാം 2 സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരി 8-ാം തീയതി തീരുള്ളൂ. പിന്നെ ജനുവരി ഫുള്ള് ക്ലാസ്, ഫെബ്രുവരി ഫസ്റ്റ് ലീവ്, പിന്നെ ഫെബ്രുവരി 17-ാം തീയതി എക്സാം ഉണ്ട്. എനിക്ക് 2. എനിക്ക് 4 എക്സാം. എനിക്കിപ്പോ ആകെ 2 എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. നാളെ മറ്റന്നാളോ? എനിക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് വിടൂലേ? നാളെ ലഞ്ച് ഉണ്ടാവണം. നാളെയോ? നാളെ ഫ്രൈഡേ ആണല്ലേ? ഫ്രൈഡേ മിക്ക ഉറങ്ങാണ് ഗൈസ്. നിച്ചിമോൾ ഉറങ്ങുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് ഫുഡ് കഴിക്കാൻ മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലേ? പിന്നെ കുറച്ച് അല്ല ഫുഡ് ഇല്ല, അത് ഉറങ്ങല്ലേ. അല്ലാതെ ഉണർന്നിരിക്കുമ്പോ ബുക്ക് കഴിയും. അപ്പുറത്ത് വേറെ 2 ആൾക്കാരുണ്ട് ഗൈസ്, ശ്രീകുട്ടി ആന്റിയും ആദിമോനും. അപ്പൊ ആദിമോനെ പഠിപ്പിക്കാണ് ശ്രീകുട്ടി ആന്റി. ശ്രീകുട്ടി ആന്റിക്കും പഠിക്കാനുണ്ട് ഗൈസ്. BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അതെ, ലാസ്റ്റ് ഇയർ ആണ്, ഫൈനൽ ഇയർ, 4th ഇയർ ഒക്കെ. അത്രയും ഇത് മാത്രമല്ല, ഇതേമാരത്തെ ഒരു 5 പേജ് ഉണ്ട്, 5 ബുക്ക് ഉണ്ട്, ബുക്ക് മാറ്റതുണ്ട് പറഞ്ഞു. ഇത് തന്നെ 72 പേജൊക്കെ ഉണ്ട്, 70 പേജ്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരാണ് പഠിക്കണത്. പഠിപ്പിയാണ് ഗായ്സ്. +2 95%, 10 ഫുൾ A+. +2 കഴിഞ്ഞിട്ട് മറ്റേ ഡെന്റിസ്റ്റോ എന്താ പറയുന്നത്? ഡെന്റിസ്റ്റ് തന്നെ. അതിന് പറയുന്ന പേരെന്താണ്? പഠിക്കാൻ BDS. പിന്നോട് BDS പഠിക്കാൻ പോകാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് താല്പര്യമില്ല ഗൈസ്. എനിക്ക് പറക്കണം, ഫ്ലൈറ്റ് ഓടിക്കണം. എനിക്ക് പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റത്തവൻ പൈലറ്റ്. പോലീസ് അല്ലെങ്കിൽ ഞാൻ പട്ടാളം. മാധവ് IPS. ഞാനാരാ അറിയോ? ക്യാപ്റ്റൻ മേഘ്ന. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഫ്രണ്ട്സ്, പുച്ഛിച്ചേ നിങ്ങളൊക്കെ പുച്ഛിച്ചിട്ടുള്ളൂ.
എന്നോട് ചോദിക്കും ഞാൻ എന്താണ് ഡോക്ടർ. ഡോക്ടർ ഞാൻ പറഞ്ഞില്ല ദിയമോളുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ എന്തേന്ന് ആഗ്രഹം ചോദിച്ച ടൈമില് ഓള് ഫസ്റ്റ് ട്യൂഷൻ ടീച്ചർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചറായി, നേഴ്സായി, ക്യാബിൻ ക്രൂ ആയി. ഡാൻസ് ടീച്ചർ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ. ഇല്ല മാറ്റി പറയും. ഇല്ല മാറ്റി പറയൂ. ഞാൻ LKG മുതലേ ഡോക്ടർ പറയല്ല. പിന്നെ 8ാം ക്ലാസ് ആയപ്പോ പൈലറ്റ് ആയി. 8ാം ക്ലാസ് ആയപ്പോ പൈലറ്റ് ആയി. അത് ക്ലാസ് കൂടുന്നവർ മാറും. ഇനി ചിലപ്പോ മറ്റേ എഞ്ചിനീയറിങ്ങിനോ അതിന് വല്ല പോകുന്ന ഞാൻ പറയാവോ ദൈവമേ. പക്ഷെ എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമില്ല. ഫ്രണ്ട്സ് അത് രണ്ടും ആവാൻ പറ്റിയില്ലെങ്കിൽ ടീച്ചർ. What is Google Workspace? Google Workspace is a group of helpful software made by Google. അയ്യോ ടൂള് പറയാൻ ഞാൻ മറന്നു ഗൈസ്, സാരമില്ല. എക്സ്പ്ലെയിൻ the different method of Google Doc. There are 2 ways to accessing Google Doc. Google from email account, Drive going to Does using Does Google. Friends, നിങ്ങൾക്ക് ഈ ഡസ് എന്താണ് അറിയണേന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഒരു കമ്പ്യൂട്ടർ സാധനമാണെന്നാണ് ഗൈസ് തോന്നുന്നത്. ഡസ് എന്ന് വരുന്നുണ്ട്. ഫ്രണ്ട്സ് കമ്പ്യൂട്ടർ പെട്ടെന്ന് പഠിക്കട്ടെ. കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് GK പഠിക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഞാൻ പഠിക്കാൻ പോവാണ്. മലയാളമാണ്. മലയാളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ജോബ് എന്തോരാണ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എത്രങ്ങാനും ഉണ്ടെന്ന് അറിയോ. പക്ഷെ ഉണ്ടല്ലോ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വേഗം തലേ കയറും ഗൈസ്. എന്താ അറിയില്ല, തല എനിക്കുണ്ട്. അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് ജീവിത കഥ മൊത്തം ഞാൻ പറയും, ചരിത്രം മൊത്തം ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗൈസ്. ഇറ്റ് ഈസ് സോ ഹാർഡ്, സോ ഡിഫിക്കൾട്ട്, ബട്ട് വി വാണ്ട് ടു വി വാണ്ട് ടു ഫേസ് ബിക്കോസ് നമുക്ക് ചില എയിമുകളുണ്ടാവും. മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ്, ആ മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ആവും. ആ ഒരു എയിമുണ്ട്. ആ ഒരു എയിം ആലോചിച്ചിട്ടാണ് ഗൈസ് ഇങ്ങനെ ഇരുന്ന് പഠിക്കണത്. സ്റ്റിൽ പഠിച്ചോണ്ടൊക്കെയാണ് ഞാൻ. നിങ്ങളവിടെ നിന്ന് പഠിക്കുകയാണ് ഗൈസ് എന്ന് പോയിട്ട് ഞാൻ സ്ഥലം ഒന്ന് മാറ്റി ചെറുതായിട്ട്. അവിടെ വെളിച്ചം കുറവാണതുകൊണ്ട് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഇരുന്നു ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്തിയും അൽഫാമുമാണ്. അപ്പം ഹോം മെയ്ഡ് അൽഫാം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് മന്തിയും വീട്ടിലുണ്ടാക്കിയതാണ്, അൽഫാമും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട്ടിൽ മന്തി ഉണ്ടാക്കുന്നത്. അതും സക്സസ്ഫുള്ളി, അത് വിജയകരമായി. സൂപ്പർ. ഫ്രണ്ട്സോടെ കോണിൻ്റെ അടുത്തൊരാൾ ഇരിക്കണ കണ്ടത് കൂർക്കുണ്ടാക്കാൻ 3 സൈസ് മീന് കൊണ്ടുവന്ന് മത്തി, പിന്നെ കൊണ്ടുവന്നല്ല ഞങ്ങളെണ്ണം പോയി 2 സൈസ് വാങ്ങിയത് ഉണ്ണിമോള് തന്നെയാണ്. പിന്നെന്തേലും ചെമ്പല്ലി. ഇത് മൊത്തം വെട്ടി വൃത്തിയാക്കിയപ്പോഴത്തേക്കിന് എന്റെ നടു വല്ലാണ്ടായിപ്പോയി. പിന്നെ ഞാനിവിടെ വന്നിട്ട് കൂർക്ക ചരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂർക്കൽ എല്ലാവർക്കും ഇഷ്ടാട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ വെക്കണ കൂർക്ക ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടം. മോക്കും ദേവുന് പിന്നെ കൂർക്ക വലിയ താല്പര്യമില്ല, കഴിക്കുന്നുള്ളൂ. അച്ഛൻ്റെ മിമിക്രിയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ പറയാണ് എന്താ, കുട്ടി ഒരു ജനിച്ച കുട്ടി കരയണ ശബ്ദം.
ആദിമോന്റെ കാറ് പോണ ശബ്ദം. ഓക്കെ, പട്ടിക്കുട്ടി കരയുന്ന ശബ്ദം. ഓക്കെ, ഇത് തവള. എല്ല് പൊട്ടണ ശബ്ദം. മറ്റേ നമ്മളിങ്ങനെ ഞൊട്ട പൊട്ടിക്കൂലേ. ഇനി ഇതൊന്നും എടുത്താൽ ഞാന് കൊതുക് പോണ ശബ്ദം കാണിച്ചുതരാം. ഇതില് കാണിച്ചരാ. കാണുന്നുണ്ടോ? അച്ഛന് പെട്ടെന്ന് തീവണ്ടി. ഗ്യാസ് തീവണ്ടി പോണ അച്ഛൻ സ്റ്റാർട്ടാകും. എടുക്കട്ടെ, പല്ല് പുറത്തു. അടുത്തോ ട്രയല്. ഒരു വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാള് ബർത്ത്ഡേക്ക് കേക്ക് ഇത് ശബ്ദം. ഇത് തീവണ്ടി സ്റ്റാർട്ടാക്കണേ. ആദിമോന് പഠിച്ചു കഴിഞ്ഞോ? ദിയമോള് പഠിച്ചു കഴിഞ്ഞോ? 10 മണി ആവാറായി സമയം. ഒരു ഉച്ചയ്ക്ക് ഉറങ്ങിയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ നാളെ ഞാൻ എക്സാം എഴുതിട്ട് വരാം. ബൈ ബൈ.